അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 47 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ്. അർഹമുർറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇതിലെ എല്ലാ അംഗങ്ങൾക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സർവമാന ഷർറുകളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കുകയും ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും അവരെയും ഞങ്ങളെയും എല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഅഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വഇദ് നജ്ജയ്നാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹയ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം. ഇസ്രായേലികൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ് ഇവിടെ. നോക്കാം ആലാപനത്തിൽ. അല്ലാഹ് പറയുന്നു, ബനീ ഇസ്രായീൽ ഞാനും ഇതാ നൽകി അനുഗ്രഹങ്ങൾ, അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ലോകം അറിയുന്ന ഉമ്മത്താക്കി, സമുദായമാക്കിയ ലോക സമുദായം അതിൽ നിന്നായി ഏറ്റവും മികച്ചതായി ഞാൻ തീർത്തില്ലേ. എല്ലാം ഇവയെല്ലാം ഓർത്ത് നോക്ക്, അധിക പ്രവാചകരെ വേദവും നൽകി. അരുതേ അഹങ്കാരം നിങ്ങൾക്കുള്ള, ഉടനെ മതിയാക്കൂ അല്ല എങ്കിൽ ഒന്നും നടക്കാത്ത ദിനം ഒന്നുണ്ടേ, പറയാം പരലോകം ഭയാനകമാണേ. ദിനവും അതിനെയും സൂക്ഷിക്കണേ,
അന്ന് ഒരാളുമേ മറുവാൾക്കായി താങ്ങും തണലായി വരില്ല കേട്ടോ ആരും ശുപാർശയും ഏൽക്കില്ലാന്നേ ആരേം ശുപാർശകൾ പ്രാചിത്തവും ആരേം സഹായവും അന്ന് ഇല്ലേ ഓർക്കൂ ഇസ്രായേൽ കൂട്ടങ്ങളെ ഞാനും രക്ഷിച്ചത് ഫറോവയിൽ നിന്ന് അവനും അതാ നിങ്ങളെ ആൺമക്കളെ ജീവൻ അതോടൊപ്പം കുഴിച്ച് മൂടി എതിർക്കാൻ കഴിവില്ല നിങ്ങൾക്കന്ന് ഞാനും രക്ഷിച്ചില്ലേ നിങ്ങളെയും കടുത്ത പരീക്ഷണം തന്നെയല്ലേ കാവൽ തന്നില്ലേ ഞാനും അന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ബനീ ഇസ്രായീൽ അല്ലാഹു പറയുകയാണ് ഓ ഇസ്രായീൽ സന്തതികളെ ഉദ്കുറൂ ഒന്ന് ഓർത്ത് നോക്കണേ അല്ലാഹു ഇസ്രായീൽ സന്തതികളോട് പറയുകയാണ് ഒന്ന് ഓർത്ത് നോക്കണേ നിഅമതീ ഞാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹവും അല്ലതീ ആ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് എപ്രകാരമാണ് നൽകിയത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുക്കും അലൽ ആലമീൻ നിങ്ങളെ ലോകത്തിലെ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച സമുദായമാക്കിയതും ഓർത്തു നോക്കുക. അതായത് ഏറ്റവും അധികം, ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണം, ഏറ്റവും അധികം പ്രവാചകന്മാർ വന്നത് ഈ കുടുംബത്തിൽ നിന്നാണ്, ഈ ഇസ്രായേലി കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ പല വേദങ്ങളും നൽകിയതും അവർക്ക് തന്നെയാണ്. അങ്ങനെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ജനതയാണ് അവർ. പക്ഷേ അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു. ഇത്രയും നല്ല ഒരു കുടുംബക്കാരാണ് ബനു ഇസ്രായേൽ കുടുംബക്കാർ. പക്ഷെ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുക. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അടുത്ത ആയത്ത് നോക്കാം. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഈ ധിക്കാരങ്ങളൊന്നും നടക്കാത്ത ഭയാനകമായ ഒരു ദിവസത്തെ സൂക്ഷിച്ചു കൊള്ളുക. ബനു ഇസ്രായേലിനോട് പറയുകയാണ്, ഈ ധിക്കാരങ്ങളൊന്നും നടക്കാത്ത ഭയാനകമായ ഒരു ദിവസത്തെ സൂക്ഷിച്ചു കൊള്ളുക. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദിലുൻ വലാ ഹും യുൻസറൂൻ. അന്ന് ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ബാധ്യതയും നിറവേറ്റുകയില്ല. ആരിൽ നിന്നും ഒരു ശുപാർശയും
സ്വീകരിക്കപ്പെടുകയുമില്ല. ഒരാളിൽ നിന്നും പ്രായശ്ചിത്തവും വാങ്ങുകയില്ല. മറ്റു വിധത്തിലുള്ള യാതൊരു സഹായവും അവർക്ക് ലഭിക്കുകയുമില്ല. അള്ളാഹു പറയുക. ഇതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് അല്ലാതെ മറ്റൊരു വഴിക്കും ഒരു വിധത്തിലും പ്രയോജനം ലഭിക്കാത്ത ദിവസമാണത്രേ പരലോക സമ്മേളന ദിവസം. മനസ്സിലാക്കുക. നമ്മളുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ടല്ലാതെ നാളെ പരലോക സമ്മേളനത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അവിടെ ആരുടെ ശുപാർശയോ പ്രായശ്ചിത്തമോ ഒന്നും നടക്കാത്ത ഒരു ദിവസമാണ് മഹ്ശർ എന്ന് വളരെ താക്കീതോടുകൂടി അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. നമ്മൾ ആരടുത്ത് പോയി ശുപാർശ ചെയ്തിട്ടും കാര്യമില്ല. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സുഅൽ അദാബ്. ഓ ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് നിഷ്ഠൂര മർദ്ദനങ്ങൾ ഏൽപ്പിച്ച് കൊണ്ടിരുന്ന ഫിർഔൻ, അല്ലാഹു പറയുന്നു, ഓ ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് നിഷ്ഠൂര കൊടിയ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടിരുന്ന ഫിർഔന്റെ കുടുംബത്തിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ച സന്ദർഭം സ്മരണീയമാണ്. ഇപ്പം ഫിർഔന്റെ കുടുംബക്കാർ ഇസ്രായേലിനെ ഒരുപാട് ആക്രമിച്ചു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ അള്ളാഹു പറയുന്നു, യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ ആൺമക്കളെ അരും കൊല ചെയ്തു. മനസ്സിലായില്ലേ? ഫിർഔന്റെ ആൾക്കാർ, കിങ്കരന്മാർ ഈ ഇസ്രായേലിൻ്റെ ആൺമക്കളെ അരുംകൊല ചെയ്തു. യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളെ ആൺമക്കളെ അരുംകൊല ചെയ്തു. വയസ്തഹയ്യൂന നിസാഅകും, നിങ്ങളുടെ സ്ത്രീകളെ ജീവനോടെ വിട്ടും, നിങ്ങളുടെ സ്ത്രീകളെ ജീവനോടെ വിട്ടും. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കടുത്ത പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നതെന്ന് അല്ലാഹു പറയുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ഞാൻ തരാം. എന്തെന്നാൽ, ഇസ്രായേലുകാർ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനങ്ങളാണ്. മനസ്സിലാക്കണം നല്ലതുപോലെ. ഇസ്രായേൽ യഅ്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളാണ്. യൂസുഫ് നബിക്ക് ഈജിപ്തിൽ ഭരണാധികാരം കിട്ടിയ കാലത്ത് അവർ പലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തു. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ഈജിപ്തുകാർ ഇവരെ ക്രമേണ മർദ്ദിക്കുവാൻ തുടങ്ങി. മൂസാ നബിയുടെ കാലത്ത് ആ മർദ്ദനം പാരമ്യം പ്രാപിച്ച് വലിയ കൊടിയ മർദ്ദനമായി മൂസാ നബി അലൈഹിസ്സലാത്തിൻ്റെ കാലം വന്നപ്പോൾ അവസാനം ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് ഒരു ശങ്ക തോന്നി. അവർക്കൊരു സംശയം, ഒരു ശങ്ക. ഇനിയെങ്ങാണ് ഇസ്രായേൽ വംശവരിൽ നിന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യം ഇനി ഉണ്ടാകുമോ? എങ്ങനെ? ഇസ്രായേൽ വംശം പ്രവാചകത്വ പാരമ്പര്യമുള്ളവരാണല്ലോ. അങ്ങനെ ഇനി വല്ല പ്രവാചകനും അവരിൽ നിന്ന് തല പൊക്കുകയാണെങ്കിലോ എന്നാണ് അവർക്ക് ശങ്ക തോന്നിയത്. അതോർത്ത് ഇസ്രായേൽക്ക് ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും അവർ അരുംകൊല ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് ആൺമക്കളെ കൊല്ലാനുള്ള കാരണം. ഇനി ആൺമക്കളിലാണല്ലോ പ്രവാചകത്വമൊക്കെ ലഭിക്കുന്നത്. മനസ്സിലായി? ഒടുവിൽ അവർ ശങ്കിച്ച പോലെ തന്നെ ആയി. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അങ്ങനെ ഫിറഔൻ വിട്ടില്ല, അങ്ങേയറ്റം എതിർത്തു. മൂസാ നബി ഇസ്രായേലരെ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ രക്ഷപ്പെടുത്തി. പക്ഷെ ഫറോവ
ഫറോവ ചക്രവർത്തി സമ്മതിച്ചില്ല, അവൻ്റെ കുടുംബം അങ്ങേയറ്റം എതിർത്തു. ആ എതിർപ്പ് വളരെ കൊല്ലം നീണ്ടുന്നു, ഒരുപാട് കാലം നീണ്ടുന്നു. അവസാനം ഒരു ദിവസം രാത്രി, സ്പഷ്ടമായിട്ട് ഖുർആൻ പറയുന്ന നമ്മൾ മനസ്സിലാക്കണം, ഒരു ദിവസം രാത്രി ഈജിപ്റ്റ് വിട്ടു പോകാൻ അള്ളാഹു ഇസ്രായേലിനോട് കൽപ്പിച്ചു. അള്ളാഹുവാണ് കൽപ്പിച്ചത്, രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടണം. അപ്പം അത്രയും സ്നേഹമായിരുന്നു അള്ളാഹുവിന് ഈ ഇസ്രായേലി കൂട്ടങ്ങൾ. പക്ഷെ അവർ അഹങ്കാരം കൊണ്ട് മൂത്ത് നടിച്ച് നശിച്ചു പോയതാണ്. അവസാനം രാത്രി അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഈജിപ്റ്റ് ഇവിടം വിട്ട് പോവുക. ഇസ്രായേലിൽ കൽപ്പിച്ചു. അവർ നാട് വിട്ട് കഴിഞ്ഞ ശേഷം, ഈ ഇസ്രായേൽ നാട് വിട്ട് കഴിഞ്ഞ ശേഷം ഫിറഔൻ വിവരം പറഞ്ഞു. ഇവർ നാട് വിട്ട് പോയതിന് ശേഷം ഇവരെ ഈ അതിർത്തി കടന്നപ്പോഴത്തേക്കാണ് ഫറോവ വിവരം അറിയുന്നത്. ഉടനെ ബന്ധപ്പെട്ട ഫിറഔനും കൂട്ടുകാരും പിന്നാലെ ഓടി. ഫറോവ ചക്രവർത്തി ഓർഡർ കൊടുത്തു, ആ മരഷടാന്ന് പിടിക്കണം. അവസാനം അവർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. അങ്ങനെ മുങ്ങി മരിക്കുന്നത് ഈ ഇസ്രായേലിൽ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. അവർ മുങ്ങി മരിക്കുന്നത് ഇസ്രായേൽ മറുകരയിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. ആ ചരിത്രമാണ് ഈ ആയത്തിൽ കൂടി സൂചിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലായി. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത് തെളിവ് സഹിതം എഴുതിയതാണ്.